ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മോഹൻലാലിനാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തലശ്ശേരി. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ്. ജാർഖണ്ഡിൽ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നത് ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നത്. ISROയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പേച്ചർ റഡാർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഈ ദൗത്യം കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കും. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേര് എന്ത്? കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് കതിരവൻ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം എവിടെ? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിൽ എവിടെയാണ്? ഗോളിയോർ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോറിലാണ്. ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനം ഏത്? യോഗയാണ് ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനം. മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേരാണ് കുലഗുരു. മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേരാണ് കുലഗുരു. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ് വിശ്വനാഥ് ആനന്ദാണ് 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ്. ഇന്ത്യ വികസിപ്പിച്ച മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് സൈബെക്സ് 2. സൈബെക്സ് 2 എന്താണ്? ഇന്ത്യ വികസിപ്പിച്ച മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവിൻ്റെ പേരാണ് സൈബെക്സ് 2. സൈബെക്സ് 2 എന്നാൽ ഇന്ത്യ വികസിപ്പിച്ച മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവാണ്. ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ വ്യോമശക്തിയായിട്ടാണ് മാറിയത്? 3ാമത്തെ. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വ്യോമശക്തിയായിട്ടാണ് മാറിയത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി ആര്? ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യനാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി. ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യൻ. അന്തരിച്ച ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ഇസ്മായിൽ ഖദാരെ. ഈയിടെ അന്തരിച്ചു. എന്താണ് പ്രത്യേകത? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ഇസ്മായിൽ ഖദാരെ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് സിംഗപ്പൂരാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരമാണ് ഭൂപീന്ദർ സിംഗ് റാവത്താണ് 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരം. 2023-24 സീസൺ ഫുട്ബോൾ താരത്തിനുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ പുരസ്കാരം നേടിയത് ലാലിയൻ സുവാല ചാങ്തയ്ക്കാണ് 2023-24 സീസൺ ഫുട്ബോൾ താരത്തിനുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചത്. ലാലിയൻ സുവാല ചാങ്തേ. 2023-24 സീസണിലെ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡാലിമ ചിബ്ബറാണ് മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡാലിമ ചിബ്ബർ. വേൾഡ് ഓഫ് കോഫി കോപ്പൻഹേഗൻ എഡിഷനിൽ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫിയാണ് വയനാടൻ റോബസ്റ്റ കോഫി. വേൾഡ് ഓഫ് കോഫി കോപ്പൻഹേഗൻ എഡിഷനിൽ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫിയാണ് വയനാടൻ റോബസ്റ്റ കോഫി. 2024 ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ജോർജ് റസലാണ് 2024 ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ജോർജ് റസൽ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ 10 വിക്കറ്റ് ജയം നേടിയത് ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ്?
വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ 10 വിക്കറ്റ് ജയം നേടിയത് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ്. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ FIR സംവിധാനം. സീറോ FIR സംവിധാനം എന്നാൽ സ്റ്റേഷൻ പരിധി നോക്കാതെ തന്നെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ FIR സംവിധാനം. LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. ഹെൽത്തി കിഡ്സ് എന്നാൽ എന്താ? LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുഷ്താഖ്. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് മുഹമ്മദ് മുഷ്താഖ്. ആഗോള ഇന്ത്യ AI ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ആഗോള ഇന്ത്യ AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. വിവരസാങ്കേതിക മന്ത്രാലയമാണ് ആഗോള ഇന്ത്യ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. വിവരസാങ്കേതിക മന്ത്രാലയമാണ് ആഗോള ഇന്ത്യ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രി. അന്താരാഷ്ട്ര സഹകരണ ദിനം ജൂലൈ മാസത്തെ ആദ്യ ശനിയാഴ്ച. അന്താരാഷ്ട്ര സഹകരണ ദിനമാണ് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച. സഹകരണ ദിനത്തിൻ്റെ ഈ വർഷത്തെ മുദ്രാവാക്യമാണ് സഹകരണത്തിലൂടെ നല്ല നാളെയെ സൃഷ്ടിക്കുക. സഹകരണത്തിലൂടെ നല്ല നാളെയെ സൃഷ്ടിക്കുക എന്നാണ് ഈ വർഷത്തെ സഹകരണ ദിനത്തിൻ്റെ മുദ്രാവാക്യം. ജൂലൈ മാസത്തെ ആദ്യ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന സഹകരണ മന്ത്രി VN വാസവനാണ്. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും സംസ്ഥാന സഹകരണ മന്ത്രി VN വാസവനുമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തിരുവനന്തപുരം. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ്. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കാൻ പോകുന്നത് ഹേമന്ത് സോറൻ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലും ഇന്ത്യയിലാണെങ്കിൽ ഗോളിയോറുമാണ്. ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനമാണ് യോഗ. മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേരാണ് കുലഗുരു. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് ക്രിക്കറ്റ് ജേതാവാണ് വിശ്വനാഥ് ആനന്ദ്. സൈബെക്സ് 2 എന്നാൽ ഇന്ത്യ വികസിപ്പിച്ച മാരകശേഷിയുള്ള സ്ഫോടക വസ്തുവാണ്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വ്യോമശക്തിയായി മാറി. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യം. അന്തരിച്ച ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ഇസ്മയിൽ കദാരെ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് സിംഗപ്പൂർ. 2024 ജൂണിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരമാണ് ഭൂപീന്ദർ സിംഗ് റാവത്ത്. 2023-24 സീസൺ ഫുട്ബോൾ താരത്തിനുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ പുരസ്കാരം നേടിയത് ലാലിയൻ സുവാല ചാന്ദെ. വനിതാ ഫുട്ബോൾ താരം ഡാലിമ ചിബർ. വേൾഡ് ഓഫ് കോഫി കോപ്പൻഹേഗൻ എഡിഷനിൽ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫിയാണ് വയനാടൻ റോബസ്റ്റ കോഫി. 2024 ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ജോർജ് റസൽ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ 10 വിക്കറ്റ് ജയം നേടിയത് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയാണ്. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനമാണ് സീറോ FIR സംവിധാനം. LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് മുഹമ്മദ് മുഷ്താഖ്. ആഗോള ഇന്ത്യ AI ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ജൂലൈ മാസത്തെ ആദ്യത്തെ ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തിരുവനന്തപുരം.